അപ്പോൾ നമ്മളിന്ന് ക്ലാസ് 4 ഫസ്റ്റ് ചാപ്റ്ററായ മാത്സിൻ്റെ എമംഗ് 4 ഡിജിറ്റ് നമ്പേഴ്സാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലാദ്യം തന്നെ ഉള്ളത് ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞൊരിതാണ്. സമ്മർ വെക്കേഷൻ ഈസ് ഓൾമോസ്റ്റ് ഓവർ. റീന ആൻഡ് ഹെർ ഫാദർ ആർ അറ്റ് ദ സ്കൂൾ ബസാർ. സമ്മർ വെക്കേഷൻ കഴിയാറായി. റീനയും ഫാദറും കൂടെ സ്കൂൾ ബസാറിൽ പോയിരിക്കുവാണ്. They bought an umbrella for 250 rupees, 5 notebooks at 10 rupees each and a dress for 700 rupees. അവരൊരു അംബ്രല്ല വാങ്ങിച്ചു, അതിന് 250 rupees ആയിരുന്നു. 5 നോട്ട്ബുക്സ് വാങ്ങിച്ചു അറ്റ് 10 rupees ഈച്ച്, ഓരോന്നിനും 10 രൂപ വെച്ചായിരുന്നു. ആൻഡ് എ ഡ്രസ് ഫോർ 700 rupees, ഒരു ഡ്രസ്സ് വാങ്ങിച്ചത് 700 rupees ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് ഈ 250 പ്ലസ് ഓരോ നോട്ട്ബുക്കിനും 10 രൂപ, അങ്ങനെ 5 നോട്ട്ബുക്ക് ആകുമ്പോൾ 50 രൂപ, 50 rupees പ്ലസ് 700 ചെയ്യുമ്പോൾ നമുക്ക് 1000 കിട്ടും. ഇനി ഫാദർ ഹാസ് ഓൺലി 100 rupee നോട്ട്സ് വിത്ത് ഹിം, ഹൗ മെനി നോട്ട്സ് ഷുഡ് ഹി ഗീവ്? ഫാദറിൻ്റെ കയ്യിൽ 100 രൂപയുടെ നോട്ട്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര നോട്ട്സ് അയാൾ കൊടുക്കണം 1000 rupees ആകാൻ വേണ്ടിയിട്ട്? എത്ര എണ്ണം കൊടുക്കണം? 10 നോട്ട്സ് കൊടുക്കണം, 10 നോട്ട്സ് കൊടുക്കണം. 100, 200, 300, 400, 500, 600, 700, 800, 900, 1000. അപ്പോൾ എത്ര നോട്ടായി? 10 നോട്ട്സായി. 10 നോട്ട്സ് കൊടുത്താലേ 1000 rupees ആകുള്ളൂ. ഇനി സപ്പോസ് ഫാദർ ഹാഡ് ഓൺലി 500 rupee നോട്ട്സ് വിത്ത് ഹിം, ഹൗ മെനി നോട്ട്സ് ദെൻ? 500 രൂപയുടെ നോട്ട്സാണ് ഫാദറിൻ്റെ കയ്യിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ 500 പ്ലസ് 500 അല്ലേ 1000. അപ്പോൾ എത്ര നോട്ട് കൊടുക്കണം? 2 നോട്ട് കൊടുക്കണം. വാട്ട് ഇഫ് ഈ ഹാഡ് ഓൺലി 1000 rupee നോട്ട്? 1000 rupee നോട്ട് മാത്രമേ ഉണ്ടെങ്കിൽ 1 നോട്ട് കൊടുത്താൽ മതി. ഈ ഹോൾസോ ബോട്ട് റീന എ ബാഗ് ഫോർ 500 rupees. അത് കഴിഞ്ഞിട്ട് ഇവർ ഒരു ബാഗും കൂടെ വാങ്ങിച്ചു 500 rupeesൻ്റെ. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ എത്രയായി? ദെൻ ഹൗ മച്ച് ഷുഡ് ഈ പേ ഇൻ ഓൾ? ഇപ്പോൾ ടോട്ടൽ എത്രയായി? നേരത്തെ 1000ഉം ഇപ്പോഴത്തെ 500ഉം കൂട്ടിയിട്ട് 1500. ഹീ പെയ്ഡ് ഇറ്റ് ഇൻ 1000 rupee നോട്ട് ആൻഡ് 100 rupee നോട്ട്. 1000 rupee നോട്ടും 100 rupee നോട്ടും ആയിട്ടാണ് കൊടുത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1000 rupeeൻ്റെ എത്ര കൊടുക്കണം? 100 rupeeൻ്റെ എത്ര കൊടുക്കണം? ഹൗ മെനി ഓഫ് ഈച്ച് ഡിഡ് ഹി ഗീവ്? നമ്പർ ഓഫ് 1000 rupee നോട്ട് എന്ന് പറയുന്നത് ഒരെണ്ണം കൊടുക്കും. നമ്പർ ഓഫ് 100 rupee നോട്ട് എന്ന് പറയുന്നത് 5 എണ്ണം കൊടുക്കും. അപ്പോൾ എത്ര രൂപയായി? 500 രൂപയായി. അപ്പോൾ 1000ൻ്റെ 1ഉം 100ൻ്റെ 5 എന്ന് പറയുമ്പോഴത്തേക്കും 1500 rupees ആയി. ഇനി ഹൗ മെനി, 1000 എന്ന് പറയുന്നത് എത്ര വൺസ് ആണ്, എത്ര ടെൻസ് ആണ്, എത്ര ഹൺഡ്രഡ്സ് ആണെന്ന് എഴുതണം. 1000 എന്ന് പറയുമ്പോൾ എത്ര വൺസ് ഉണ്ട്? 1000 വൺസ് ഉണ്ട്. അത് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവും? 100 ടെൻസ് ഉണ്ടാവും. അത് ഹൺഡ്രഡ്സ് ആണെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവും? 10 ഹൺഡ്രഡ്സ്. 10 ഹൺഡ്രഡ്സ് ചേരുമ്പോഴാണ് 1000 ആവുന്നത്. അതേപോലെ 100 ടെൻസ് ചേരുമ്പോഴാണ് 1000 ആവുന്നത്. 1000 വൺസ് ചേരുമ്പോഴാണ് 1000 ആവുന്നത്. How many seeds? 10 packets of seeds were brought in, each containing 100 seeds. 10 packets of seeds വാങ്ങിച്ചു, അതിൽ ഓരോന്നിലും 100 seeds ഉണ്ടായി. How many seeds in all? ടോട്ടൽ എത്ര സീഡ്സ് ഉണ്ടാവും? അപ്പോൾ ഒരെണ്ണത്തിൽ 100 seed ആണെങ്കിൽ 10 packets എന്ന് പറയുമ്പോൾ 1000 seeds ആയി. These seeds are to be equally distributed among the 100 members of the club in small packet. ഈ സീഡ്സ് നമുക്ക് ആ ഒരു ക്ലബിലുള്ള 100 മെമ്പേഴ്സിന് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൗ മെനി സീഡ്സ് ഇൻ ഈച്ച് സ്മോൾ പാക്കറ്റ്? ഓരോ പാക്കറ്റിലും എത്ര സീഡ് ഉണ്ടാവും? 1000 സീഡ് ഉണ്ട് ടോട്ടൽ. 100 ആൾക്കാർക്കാണ് കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര സീഡ് ഉണ്ടാവും? 10 സീഡ്സ് ഉണ്ടാവും ഒരു പാക്കറ്റിൽ. 1000ൽ എത്ര? 2000. 100ൽ എത്ര സീറോ ഉണ്ട്? 2 സീറോ. ആ 1000ൽ നിന്ന് ആ 2 സീറോ വെട്ടിക്കളയാം. ബാക്കി എത്ര ഉള്ളത്? 10. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ 10 കിട്ടിയത്. ഇനി ലെറ്റ്സ് ഹെൽപ്പ് അവർ ഫ്രണ്ട്. എ ഫ്രണ്ട് ഇൻ ഹോസ്പിറ്റൽ. ഈച്ച് ക്ലാസ് ഡിസൈഡഡ് ടു റേസ് 1000 rupees. ഡീറ്റെയിൽസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ. ഫിൽ ഇൻ ദ എമൗണ്ട്സ് ടു ബി റേസ്ഡ് ഇൻ ദ 4th day. ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലിലാണ്. ഓരോ ക്ലാസ്സും 1000 rupees റേസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. ഡീറ്റെയിൽസ് ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4th ഡേയിൽ റേസ് ചെയ്യേണ്ട എമൗണ്ട്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ക്ലാസ് 4 ക്ലാസ് ഉണ്ട്. 4A, 4B, 4C, 4D. ഫസ്റ്റ് ഡേ 310 rupeesഉം 400 rupees, 410, 410 rupees ആണ് ഓരോ ക്ലാസ്സും കളക്ട് ചെയ്തത്. സെക്കൻഡ് ഡേ 4A 490, 4B 490, 4C 290, 4D 490 വീതം കളക്ട് ചെയ്തു. തേർഡ് ഡേ 4A 100, 4B 100, 4C 250, 4D 99 വീതം കളക്ട് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ ടോട്ടൽ എത്ര കളക്ട് ചെയ്തു എന്നറിയാൻ എന്ത് ചെയ്യണം? 400 കിട്ടാൻ വേണ്ടി ഫസ്റ്റ് ഡേ പ്ലസ് സെക്കൻഡ് ഡേ പ്ലസ് തേർഡ് ഡേ മൂന്നും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 900 കിട്ടും.
4Bയുടെ 3 കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 990 കിട്ടും. 4Cയുടെ 3 കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 950 കിട്ടും. 4Dയുടെ 3 കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 999 കിട്ടും. ഇനി എമൗണ്ട് നീഡഡ് ഓൺ ദ ഫോർത്ത് ഡേ, നമുക്ക് ടോട്ടൽ 1000 rupees ആണ് വേണ്ടത്. ഇപ്പോൾ ടോട്ടൽ എത്രയാണോ ഉള്ളത് അത് 1000ൽ നിന്ന് മൈനസ് ചെയ്യുക. 1000 മൈനസ് 900 എന്ന് പറയുമ്പോൾ 100 കിട്ടും. 1000 മൈനസ് 990 10, 1000 മൈനസ് 950 50, 1000 മൈനസ് 999 1. അപ്പോൾ എമൗണ്ട് നീഡഡ് ഓൺ ദ ഫോർത്ത് ഡേ എന്ന് പറയുന്നത് ആ 1000ൽ നിന്ന് ടോട്ടൽ മൈനസ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് നമ്മൾ ഫോർത്ത് ഡേയിൽ കളക്ട് ചെയ്യേണ്ടത്. 1000 കംപ്ലീറ്റഡ്, ലെറ്റ്സ് ഗിവ് ഇറ്റ് ടു ദ ഹെഡ് മാസ്റ്റർ. 1000 rupees കംപ്ലീറ്റ് ചെയ്തു, ഇനി അവർക്ക് അത് ഹെഡ് മാസ്റ്ററിന് കൊടുക്കണം. ദ 4 ക്ലാസ് ലീഡേഴ്സ് ഗേവ് ദ മണി ടു ഹെഡ് മാസ്റ്റർ. 4 ക്ലാസ് ലീഡേഴ്സും ആ ഒരു മണി ഹെഡ് മാസ്റ്ററിന് കൊടുത്തു. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ എമൗണ്ട്. ഹൗ മച്ച് ഡിഡ് 4A ആൻഡ് 4B ഗിവ്? 4Aയും 4Bയും എത്രയാണ് കൊടുത്തത്? 4A 1000 കൊടുത്തു, 4Bയും 1000 കൊടുത്തു. അപ്പോൾ 1000 + 1000 2000. Together with the amount from 4C this becomes 4C എന്നും കൂടെ ഒരു എമൗണ്ട് വന്നപ്പോഴത്തേക്കും അത് എത്രയായി? മറ്റേത് 2000 ആയിരുന്നു, പ്ലസ് 1000 3000. 4D എന്നും കൂടെ വന്നപ്പോൾ 3000 + 1000 4000. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഫ്രം ദ 4 ക്ലാസ്സസ്? 1000 + 1000 + 1000 + 1000 ഈക്വൽ ടു 4000. 4000 മേക്ക് 4000. ഇനി 10,000 എന്ന് പറയുമ്പോൾ എത്രയാകും? 10,000 ആകും. 4,000 എന്ന് പറയുമ്പോൾ 4,000, 5,000 എന്ന് പറയുമ്പോൾ 5,000, 2,000 എന്ന് പറയുമ്പോൾ 2,000, 8,000 എന്ന് പറയുമ്പോൾ 8,000. അതേപോലെ 10,000 എന്ന് പറയുമ്പോൾ എത്രയാവും? 10,000 ആകും. 1000ന് 3 സീറോയാണ്, അപ്പോൾ 10ൻ്റെ ഒരു സീറോയും കൂടി കൂട്ടി 10,000ന് 4 സീറോ വരും. ഇനി ഫിൽ ഇൻ ദ നമ്പേഴ്സ്. 1000, 2000, ഡാഷ് ഡാഷ് 5000. അപ്പോൾ എത്ര വരും? 3,000ഉം 4,000ഉം. ഇനി 9,000, 8,000, ഡാഷ് ഡാഷ് 5,000. കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ 8,000ന് മുമ്പ് ഏത് 1000? 7,000. 7,000 മുമ്പ് 6,000. ഇനി ടു ഗെറ്റ് 1000, നമുക്ക് 1000 കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് 850 + ഡാഷ് 1000. 850നോട് എത്ര കൂട്ടിയാലാണ് 1000 കിട്ടുന്നത് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 1000 മൈനസ് 825 ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ബോറോയൊക്കെ ചെയ്യേണ്ടി വരും, അതായത് അപ്പുറത്തുനിന്ന് കടം വാങ്ങിക്കേണ്ടതൊക്കെ വരും. അങ്ങനെയാണ് മൈനസ് ചെയ്യണത്. 1000 മൈനസ് 850 എന്ന് പറയുമ്പോൾ 150 ആണ്. അപ്പോൾ 850നോട് 150 കൂട്ടിയാലാണ് 1000 കിട്ടുന്നത്. ഇനി 925 + ഡാഷ് ഈക്വൽ ടു 1000. അപ്പോൾ എന്ത് ചെയ്യണം? 1000 മൈനസ് 925. അടുത്തത് 800 + ഡാഷ് ഈക്വൽ ടു 1000. അപ്പോൾ എന്ത് ചെയ്യണം? 1000 മൈനസ് 800 ഈക്വൽ ടു 200. ഇനി 1000 മൈനസ് 999 1. 1000 മൈനസ് 5 എത്ര കിട്ടും? 995. ഇനി ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് അവർ തമ്മിൽ കൂട്ടിയാൽ 1000 കിട്ടണം. നമുക്ക് എളുപ്പത്തിന് 500 + 500 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? 700 + 300, 600 + 400, 200 + 800, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. പക്ഷെ അത് തമ്മിൽ കൂട്ടിയാൽ 1000 കിട്ടണം എന്നേ ഉള്ളൂ. നെക്സ്റ്റ് റൈറ്റ് 1000 ആസ് ദ സം ഓഫ് 3 numbers ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. ഡിഫറെൻറ്റ് വേയ്സിൽ സം ഓഫ് 3 numbers ആയിട്ട് 1000നെ എഴുതുക. ആദ്യത്തത് 1000 = 850 + 100 + 50. അടുത്തത് 1000 = 925 + 50 + ഡാഷ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 925ഉം 50യും കൂടെ കൂട്ടണം, എന്നിട്ട് അത് 1000ൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ എത്രയാണോ കിട്ടണത് അത് വേണം ആ 25ൽ എഴുതാൻ. 925 + 50 എന്ന് പറയുമ്പോൾ എത്രയാണ്? 975. അപ്പോൾ 1000 മൈനസ് 975 ഈക്വൽ ടു എത്ര കിട്ടി? അതാണ് ആ ഡാഷിൽ ആ ബോക്സിൽ എഴുതേണ്ടത്. 1000 = 800 + 800 എത്ര കൂട്ടിയാലാണ് നമുക്ക് 1000 കിട്ടുന്നത്? 200 ആണ്. അപ്പോൾ 200 നമുക്ക് രണ്ടാക്കിയാൽ 100ഉം 100 എന്നും എഴുതാം. അപ്പോൾ 800 + 100 + 100. 1000 = ഏതെങ്കിലും ഇഷ്ടമുള്ള 3 നമ്പേഴ്സ് എഴുതാം. 500 + 300 + 200. അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ളത് എഴുതാം. ഇനി അടുത്തത് ചിൽഡ്രൻ സേവിങ്സ് ആണ്. റീന ആൻഡ് ഹർ ഫ്രണ്ട്സ് ഡെപ്പോസിറ്റ് സം മണി ഇൻ എ ബാങ്ക് എവറി മന്ത്. സി റീനാസ് ഡെപ്പോസിറ്റ് ഫ്രം ലാസ്റ്റ് സെപ്റ്റംബർ ടു മാർച്ച്. റീനയും റീനൻ്റെ ഫ്രണ്ട്സും എല്ലാ മാസവും ബാങ്കിൽ കുറച്ച് മണി ഡെപ്പോസിറ്റ് ചെയ്യും. ഇത് ലാസ്റ്റ് സെപ്റ്റംബർ തൊട്ട് മാർച്ച് വരെയുള്ള ഡെപ്പോസിറ്റ്സ് ആണ്. ഇത് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബറിൽ 50, അപ്പോൾ ടോട്ടൽ 50, ഒക്ടോബറിൽ 100. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് ആ സെപ്റ്റംബറിലെ 50ഉം ഒക്ടോബറിലെ 100ഉം കൂടെ കൂട്ടുമ്പോൾ 150. നവംബറിലെ 100. അപ്പോൾ നേരത്തെ ടോട്ടൽ എത്രയായിരുന്നു? 150. ആ 150 + 100 ചെയ്യുമ്പോൾ 250.
ഈ 150യും ഈ 100ഉം കൂടെ ചെയ്യുമ്പോൾ 250 കിട്ടും. പിന്നെ ഡിസംബറിൽ 200, അപ്പോൾ ഈ 250യും ഈ 200ഉം കൂടെ കൂട്ടുമ്പോൾ 450 കിട്ടും. പിന്നെ ജാനുവരിയിൽ 450 100, അപ്പോൾ ഇവിടെ എത്ര വരും? ആ ടോട്ടൽ ഡാഷിൻ്റെ ഇവിടെ എത്ര വരും? 450 + 100 എന്ന് പറയുമ്പോൾ 550. ഇനി 550 ഫെബ്രുവരിയിൽ എത്രയാണ് ഡെപ്പോസിറ്റ് എന്ന് തന്നിട്ടില്ല, ടോട്ടൽ 750. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 750 - 550 ചെയ്യുമ്പോൾ 200 കിട്ടും. ഇനി മാർച്ചിൽ 100 ഇട്ടു, അപ്പോൾ ടോട്ടൽ എത്രയാണ്? 750 + 100 850. ഇനി സ്കൂൾ സ്റ്റാർട്ടഡ് ആഫ്റ്റർ ടോട്ടൽ ഡെപ്പോസിറ്റ് ഇൻ ഫിഗേഴ്സ് എഴുതണം. അപ്പോൾ എന്താണ്? 850 ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പറായിട്ട് എഴുതണം. വേർഡ്സ് എന്ന് പറയുമ്പോൾ അത് സ്പെല്ലിങ് എഴുതണം. 850. സ്കൂൾ സ്റ്റാർട്ടഡ് ആഫ്റ്റർ സമ്മർ വെക്കേഷൻ. റീന ഡെപ്പോസിറ്റഡ് 150 rupees ഇൻ ജൂൺ. ഹർ സേവിങ്സ് ടിൽ നൗ ഇൻ ഫിഗേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 1000. റീന ജൂണിൽ ഒരു 150 rupees കൂടി ഇട്ടു. മാർച്ച് വരെ അത് 850 ആയിരുന്നു. ആ 850 + 150 150 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 1000 കിട്ടും. അപ്പോൾ ഇൻ ഫിഗേഴ്സ് 1000 എഴുതുക, 1000. ഇൻ വേർഡ്സ് 1000. ഇനി മനോജ് 100 rupees എല്ലാ മാസവും ഡെപ്പോസിറ്റ് ചെയ്തു. മനോജ് ഡെപ്പോസിറ്റഡ് 100 rupees എവറി മന്ത് ഫോർ 6 months ഫ്രം ജാനുവരി. കംപ്ലീറ്റ് ദ ടേബിൾ ഓഫ് ഡെപ്പോസിറ്റ്. ജാനുവരി തൊട്ടിട്ട് ഒരു 6 months വരെ മനോജ് 100 rupees വെച്ച് ഡെപ്പോസിറ്റ് ചെയ്തു. കംപ്ലീറ്റ് ദ ടേബിൾ ഓഫ് ഡെപ്പോസിറ്റ്. വാട്ട് ഈസ് ദ ടോട്ടൽ ഡെപ്പോസിറ്റ് അപ് ടു ജൂൺ വരെ എത്രയായി ഡെപ്പോസിറ്റ് എന്നാണ് ഓർത്തേക്കുന്നത്. അപ്പോൾ നോക്കിയേ, ടോട്ടൽ മനോജിൻ്റെ അക്കൗണ്ടിൽ 1000 rupees ആയിരുന്നു ഉണ്ടായിരുന്നത്. ജാനുവരിയിൽ 100 ഇട്ടപ്പോൾ ടോട്ടൽ 1100 ആയി. ഫെബ്രുവരിയിൽ എത്ര ഇട്ടു? 100 ഇട്ടു, അപ്പോൾ ടോട്ടൽ എത്രയായി? 1200. മാർച്ചിൽ 100 ഇട്ടപ്പോൾ 1300. ഏപ്രിലിൽ 100 ഇട്ടു 1400. മെയ്യിൽ 100 ഇട്ടു 1500. ജൂണിൽ 100 ഇട്ടു, ടോട്ടൽ 1600. അപ്പോൾ ടോട്ടൽ ഡെപ്പോസിറ്റ് അപ് ടു ജൂൺ എന്ന് പറയുന്നത് 1600 ആണ്. അത് ഫിഗേഴ്സിലും വേർഡ്സിലും എഴുതുക. ഇനി ഇതേപോലെ ഡിസംബർ വരെ 100 rupees ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് എത്രയാവും? ജൂണിൽ 100 ഇട്ടു, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന് പറയുമ്പോൾ 6 months ഉണ്ട് അല്ലേ? ജൂൺ കഴിഞ്ഞ് ഡിസംബർ ആവാൻ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ ഓരോ മാസവും 100 ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 6 മാസമായി. അപ്പോൾ എത്ര രൂപ ഇട്ടു? 600. അപ്പോൾ 1600 + 600 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2200. The 6 children for the 100-meter race are given numbers starting with 1000 without break. Write these in order. 6 children ഉണ്ട് 100-meter റേസിന്. നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1000 ആണ് വിത്തൗട്ട് ബ്രേക്ക്. അപ്പോൾ ഇത് ഓർഡറിൽ എഴുതുക. 5 more children have joined the race. They must also be given numbers without breaks. ബ്രേക്സ് കൊടുക്കാണ്ട് വേണം നമ്പേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? 1008 എന്ന് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഒന്നും ഇല്ലാണ്ട് വേണം നമ്പർ കൊടുക്കണം. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പർ കൊടുക്കണം. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് 1007 എഴുതും, അതിന് മുമ്പ് 1006 എഴുതും. 1008 കഴിഞ്ഞ് ആരാ വരുന്നത്? 1009. അത് കഴിഞ്ഞ് ആര് വരും? 1010. അപ്പോൾ ഇങ്ങനെയാണ് നമ്പേഴ്സ് കൊടുക്കേണ്ടത്.